back to Silent Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ മിസ് എന്ന് വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് ഉഷാറായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് 9th CBSE നിങ്ങൾ കടക്കാൻ പോകുന്നത്. സോ ഓരോരോ വർഷം വരുമ്പോഴും നമുക്കറിയാം നമ്മൾ പഠിക്കേണ്ട ലോഡും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 10th ജസ്റ്റ് മുന്നോടിയായിട്ടാണ് 9th വരുന്നത്. അപ്പൊ ബേസിക് കാര്യങ്ങൾ തൊട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പഠിച്ചാലാണ് ഉഷാറായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ചേഞ്ചുകൾ വന്നു അല്ലേ. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളാണ് ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോ ദിസ് ബിഫോർ ചാപ്റ്റർ 1. നിങ്ങൾ ചാപ്റ്റർ 1 അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലടാ? അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ചാപ്റ്റർ. ആക്ച്വലി ഈ ചാപ്റ്ററിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ക്ലാസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഈ ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അങ്ങനെ ഓരോരോ വർഷം പോകുന്നതോടും ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നിങ്ങൾ അടുത്ത വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ 9th, 10th, 11th അങ്ങനെ എല്ലാ ക്ലാസ്സിലും നോക്കിയാലും ഇതെല്ലാം എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളിപ്പോ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ. അപ്പൊ മിക്സ്ചേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ചെറുതാകുമ്പോൾ മുതലേ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നവരുടെ ഈ മിക്സ്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് മിക്സ്ചറും സൊല്യൂഷൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ എന്താണ് മിക്സ്ചേഴ്സും എന്താണ് സൊല്യൂഷൻസ് എന്നൊക്കെ കുട്ടിക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അതും കുറച്ചും കൂടി എലബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ കുറച്ച് വൈഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 9th CBSE നെക്സ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി അല്ലടാ? പിന്നെ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ട്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്. ഇത് എന്താണെന്നൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ അടുത്ത വർഷം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിനെപ്പറ്റി ഏകദേശം നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കും എന്താണ് ഹോമോജീനിയസ് എന്താണ് ഹെറ്ററോജീനിയസ് ഉള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ സൊല്യൂഷൻസ്, കൊളോയിഡ്, സസ്പെൻഷൻസ് എന്തൊക്കെയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അടിപൊളിയായിട്ട് പഠിക്കും. റെഡി? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെപ്പറേഷൻ ടെക്നിക്സുകളാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ചോദിക്കാനുള്ള പോർഷൻസ് ആണ് കേട്ടോ. സോ എന്തൊക്കെയാണ് സെപ്പറേഷൻ ടെക്നിക്സ്, മിക്സ്ചേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ നമ്മുടെ നോർമൽ ലൈഫിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സെപ്പറേഷൻസ് നടക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞ ഒരു ടീ ഉണ്ടാക്കുന്ന സമയത്ത് ടീയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ടീ പൗഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടുന്നു ആൻഡ് സെറ്റാക്കി ടീ ഒക്കെ റെഡി ആക്കിയതിനു ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് കളയില്ലേ. അതിന് നമുക്ക് ആകെ വേണ്ടത് ടീ മാത്രമാണ്. അപ്പൊ നമ്മളത് എങ്ങനെയാ മക്കളെ സെപ്പറേറ്റ് ചെയ്യാറുള്ളത്? ഈ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്യാറുള്ളത് അല്ലേ. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന സെപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ വിന്നോയിങ്, നമ്മൾ വിന്നോയിങ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഈ പാഡി ഫീൽഡിലൊക്കെ കേസിൽ നമ്മൾ പറയും വിന്നോയിങ്. ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന കാര്യമാണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അയ്യോ മിസ് ചെയ്ത് എന്താണെന്ന് വിചാരിക്കേണ്ട, സംഭവം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡി ആക്കി തരും. നിങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് നിന്നാൽ മാത്രം മതി. റെഡി? സോ ഡിസ്റ്റിലേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ക്രോമാറ്റോഗ്രാഫി, ഇതൊക്കെ ചിലപ്പോൾ ബൈ ചാൻസ് എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഇത്തിരിയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിലൊക്കെ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമാണ് നമ്മുടെ 9th CBSE വരുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. സോ ക്രോമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ സെപ്പറേഷൻ ടെക്നിക്സുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് മിസ്സോട് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഇതാ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ ചാപ്റ്ററിന്റെ പേര്. പിന്നെ ഇതാ ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്, സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊളോയിഡ്, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ലടാ. പിന്നെ വേരിയസ് വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്, ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മാസ് ബൈ മാസ്, അതേപോലെ തന്നെ മാസ് ബൈ വോളിയം പെർസെന്റേജ്, ഇതൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും സെറ്റ് ആക്കുന്നത്. അപ്പൊ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട് ഓരോ സാധനം തന്നിട്ട് നമ്മളോട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ സെപ്പറേഷൻ ടെക്നിക്സ് കണ്ടോ, ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് ക്രിസ്റ്റലേഷൻ, ഡിസ്റ്റിലേഷൻ,
ക്രോമാറ്റോഗ്രാഫി, സബ്ലിമേഷൻ ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന സമയത്ത്. സോ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിലിംഗ് ആയിട്ട് മിസ്സോട് വെച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ മിസ് പറഞ്ഞപ്പോൾ മനസ്സിലായി സംഭവം ഇച്ചിരി എന്താണ് സീനാണ്, കുറച്ച് കൂടുതൽ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പോരാത്തതിന് 10th കടക്കുകയാണ്. അപ്പൊ 9th നെക്സ്റ്റ് ഇയർ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് 10th ബോർഡ് എക്സാം ആണ്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ബോർഡ് എക്സാം ആയിരിക്കും 10th അല്ലേ. അപ്പൊ ഈ 9th കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ 10th പഠിക്കുന്നത്. അപ്പൊ 9th ക്ലിയർ ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ബേസ് സെറ്റ് ആക്കിയാലേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈസി ആക്കി പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. 9th CBSE മക്കൾക്ക് വേണ്ടി ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സുഖമായിട്ട് പഠിക്കാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിഞ്ച ബാച്ചിൽ ഇപ്പൊ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിന്റെ നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പ്രീ റെക്കോർഡിംഗ് സെക്ഷൻസുകളുണ്ട്, റെക്കോർഡിംഗ് ആയിട്ടുള്ള പേൾ വീഡിയോസിന്റെ സെക്ഷൻസുകളുണ്ട്. ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പും ഇത് ഭയങ്കര സ്പെഷ്യൽ സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്പ് ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുട്ടി സാധനമായിരിക്കും. എല്ലാ പോർഷൻസും ഒരൊറ്റ രീതിയിൽ കവർ ചെയ്താൽ ആ ഒരൊറ്റ പേജ് കണ്ടാൽ തന്നെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ച ഫീൽ ആയിരിക്കും. ഇപ്പൊ ഇൻസ്റ്റാ ലേൺ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതും ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഒരുപാട് മക്കൾ പറയാറുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ PYQ ഡിസ്കഷൻസ്, ചാപ്റ്റർ വൈസ് മോഡൽ എക്സാംസുകൾ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു 9th CBSE കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ വേണ്ടോ ആ കംപ്ലീറ്റ് പാക്കേജും നമ്മുടെ എന്തിലുണ്ട്, നിഞ്ച ബാച്ചിലുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി റൺ ചെയ്യുന്നുണ്ട്. 10% ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുമ്പത്തെ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ 3 രീതിയിൽ നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. ഇതിൽ ഏതാ ബെറ്റർ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ ഇൻഫിനിറ്റി ആണ് പറയുക. കാരണം എന്താ വെച്ചാൽ കുറച്ചധികം ഫീച്ചേഴ്സുകൾ കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ. എന്തായാലും ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അത് വേറെ കാര്യം. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതാ ബേസ് പ്ലാനിൽ വരുന്ന സമയത്ത് ലൈവ് ക്ലാസ്, നോട്ട്സുകൾ, DPP, അതുപോലെ തന്നെ റിവിഷൻ ലൈവ് സെക്ഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ് ബേസ് പ്ലാനിൽ. അപ്പൊ ഈ ടിക്ക് ചെയ്തതൊക്കെ കിട്ടും, ടിക്ക് ചെയ്യാത്തത് നമുക്ക് കിട്ടില്ല. ഇനി ഇൻഫിനിറ്റിയിലോട്ട് വരുന്ന സമയത്ത് നോക്കടാ, നമ്മുടെ പേൾ വീഡിയോന്റെ ആക്സസ് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇൻഫിനിറ്റിയിലോട്ട് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് വർക്ക് ഷീറ്റ്സുകൾ, അതുപോലെ ആക്സസ് ടു അപ്കമിംഗ് ബാച്ചുകളുടെ ആക്സസുകൾ. എൻഡ് ഗെയിം ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് ആണ്. അതിലൂടെയുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതൊക്കെ നമ്മുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്നില്ല. പിന്നെ ഇൻഫിനിറ്റി പ്രോയിൽ വരുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മുടെ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസ് ആണ്. അപ്പൊ ഫാൽക്കൺ ബാച്ച് എന്താണെന്ന് ചിലപ്പോഴെങ്കിലും പലർക്കും അറിയില്ല. അറിയാത്തവർ ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. ഫാൽക്കൺ ബാച്ച് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള സ്വപ്നങ്ങൾ കാണുന്ന മക്കൾ എന്തോരാണ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ മെജോറിറ്റി ആളുകളും ആൻസർ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് അവിടത്തോട്ട് എത്തണമെന്ന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രിപ്പറേഷൻ ചെയ്യാൻ ഈ ഒരു പ്രായത്തിലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലാണ് ആ ഒരു വർഷം ഒരു +1 +2 ഒക്കെ എത്തുമ്പോൾ ഉഷാറായിട്ട് എല്ലാവരുടെയും കൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. നീറ്റ്, JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. അതാണ് ഫാൽക്കൺ ബാച്ച്. അപ്പൊ അതിന്റെ ആക്സസ് ലഭിക്കുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോയിൽ വരുമ്പോഴാണ് കേട്ടോ. ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഏത് വേണമെന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും തോന്നുന്നത് ഏതാണോ അത് തന്നെ സെലക്ട് ചെയ്യാം. ഇൻഫിനിറ്റി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. റെഡി അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ബിക്കോസ് ഓഫ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ കുറെ കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പഠിക്കുക. അതുപോലെ നമ്മുടെ ബാച്ചിന്റെ കേസ് മറക്കണ്ട, മിടുക്കരായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓഫറോട് കൂടി തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളി ആയിട്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ നെക്സ്റ്റ് ഇയർ ഉഷാറായി തന്നെ നമുക്ക് സെറ്റ് ആക്കാം. സോ വീണ്ടും നമുക്ക് അടുത്ത ബാച്ച് കാണാം. അപ്പൊ അതുവരേക്കും ബൈ.